ഹായ് ഓൾ, ദിസ് ഈസ് അമൽഡ. വെൽക്കം ടു സോഹോ ബുക്സ് മലയാളം ട്യൂട്ടോറിയൽ. ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ബാങ്കിൻ്റെ വർക്കിംഗ് എന്നാണ് സോഹോ ബുക്സിലെ. സോഹോ ബുക്സിൽ നമുക്ക് 3 ഓപ്ഷൻസ് ആണ് ബാങ്കിങ് മോഡ്യൂളിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ നമുക്ക് ബാങ്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോഹോ ബുക്സുമായിട്ട് നമുക്ക് ടൈ അപ്പ് ആയിട്ടുള്ള ബാങ്ക്സിൻ്റെ നമുക്ക് ബാങ്ക് നമ്മുടെ ബുക്സുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ട്രാൻസാക്ഷൻസ് എല്ലാം ആ ഡേ എൻഡിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഫെച്ച് ആയിട്ട് വരും. നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ജസ്റ്റ് ഓരോ ട്രാൻസാക്ഷനെയും ക്ലിക്ക് ചെയ്തിട്ട് അത് മാപ്പ് ചെയ്യോ അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്യോ അല്ലെങ്കിൽ മാച്ച് ചെയ്യോ ചെയ്ത് കൊടുത്താൽ മതിയാവുന്നതാണ്. ഇനി നമുക്ക് സോഹോ ബുക്സുമായിട്ട് ടൈപ്പ് ഇല്ലാത്തൊരു ബാങ്കാണ് നമ്മുടെ ബാങ്കിലെങ്കിൽ നമുക്ക് 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ, നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇവിടുന്ന് ഓൾറെഡി ഒരു സാമ്പിൾ ഫയൽ കിട്ടും. ആ സാമ്പിൾ ഫയൽ വഴി നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ട്രാൻസാക്ഷൻസ് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് വരുന്നത് അതുപോലെ തന്നെ ആയിരിക്കും നമുക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്തും വരുന്നത്. നമ്മൾ ഓരോ ട്രാൻസാക്ഷനെ ക്ലിക്ക് ചെയ്ത് മാച്ച് ചെയ്യോ കാറ്റഗറൈസ് ചെയ്തോ ചെയ്താൽ മതിയാവുന്നതായിരിക്കും. ഇനി ഈ 2 ഓപ്ഷൻസും നമ്മൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലി ട്രാൻസാക്ഷൻസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഈ 3 ഓപ്ഷനും ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് ബാങ്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ ബാങ്കിങ് മോഡ്യൂളിൽ വന്നിട്ട് ആഡ് ബാങ്ക് ഓർ ക്രെഡിറ്റ് കാർഡ് എന്നുള്ള ഓപ്ഷനാണ് നോക്കുന്നത്. ഇവിടെ നമ്മൾ കണക്ട് നൗ, നമുക്ക് സോഹോ ബുക്സുമായിട്ട് ടൈ അപ്പ് ആയിട്ടുള്ള ബാങ്ക്സ് എല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് കണക്ട് നൗ എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ടിക്ക് ഇട്ടിട്ട് പ്രൊസീഡ് കൊടുക്കുന്നു. ഇനി വരുന്ന വിൻഡോയിൽ നമ്മൾ ഏത് ബാങ്കാണോ നമ്മുടെ ബാങ്ക്, ആ ബാങ്ക് നമ്മളിവിടെ സെർച്ച് ചെയ്യുന്നു. സോഹോ ബുക്സുമായിട്ട് അതിന് ടൈ അപ്പ് ഉണ്ട് എങ്കിൽ ആ ബാങ്കിയുടെ നെയിം വരുന്നുണ്ടാവും. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ഇനി ഓക്കെ കൊടുത്ത് സേവ് ആൻഡ് ഫിനിഷ് കൊടുത്തിട്ട് നമ്മൾ എന്ന് തൊട്ടാണ് ബാങ്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ആ ഡേറ്റ് കൊടുത്ത് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാങ്ക് ഇൻ്റഗ്രേറ്റ് ആയിട്ടുണ്ടാവും. അതാണ് ഇൻ്റഗ്രേഷൻ പാർട്ട്. ദെൻ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനാണെങ്കിൽ ഇവിടെ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നമുക്കൊരു സാമ്പിൾ ഫയൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് കിട്ടും. ഡൗൺലോഡ് സാമ്പിൾ ഫയൽ. ആ ഫയൽ നമ്മൾ എക്സലിലേക്ക് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ബാങ്കിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇതിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതിയാവും. ഡേറ്റ്, വിഡ്രോവൽ എമൗണ്ട്, ഡെപ്പോസിറ്റ് എമൗണ്ട്, അതുപോലെ തന്നെ നമ്മുടെ റെഫറൻസ് ഫീൽഡ്, നരേഷൻ, ഇത്രയും കാര്യങ്ങൾ കൊടുത്ത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ട് ചെയ്താൽ മതിയാവും. ഇനി അതെല്ലാം നമ്മൾ മാനുവലിയാണ് ട്രാൻസാക്ഷൻസ് ആഡ് ചെയ്യുന്നതുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി മാനുവലി ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ആ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ആഡ് ട്രാൻസാക്ഷൻ എന്ന് കാണുന്നുണ്ടല്ലോ, ഇതിൽ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷനാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് ആ ട്രാൻസാക്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മാനുവലി ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും സോഹോ ബുക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.